കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജിൽ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര കാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ പ്രാർത്ഥനാമുറി അനുവദിക്കണമെന്നൊരു ആവശ്യം രേഖാമൂലം നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. ഇത് നേരത്തെ ഇങ്ങനെ കുട്ടികൾ ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇൻ്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അതൊരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു ആലോചന ആസൂത്രണം നടന്നൊരു ചിന്ത ഉണ്ടോ? അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നത്. ഇത്രയും കാലത്തോടെ ക്യാമ്പസിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരു കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അറിവില്ല. പ്രതിഷേധങ്ങൾ പുറത്ത് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടോ? ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമല്ലേ. അതിന് നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നു. ഇതിന് ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പൊതുകാര്യ പ്രസക്തമായിട്ട് വിഷയമായിട്ട് ഇതിന് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ വിദ്യാർത്ഥികളുടെ ഈ ആവശ്യത്തെ പുറമെ നിന്ന് പിന്താങ്ങുന്നവർ കുറച്ചൊരു പക്വമായ നിലപാട് സ്വീകരിക്കണമെന്നാണ്. അങ്ങനെ നിലപാട് ആരെങ്കിലും ഈ കുട്ടികളുടെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവരുടെ പെട്ടെന്നുള്ള പ്രകോപനത്തിലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത, അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു. ഈ നിലപാടുകൾ, നിർമ്മല കോളേജ് എടുത്ത നിലപാട് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് വ്യക്തമാണ്, അത് ശക്തമാണ്, അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതിനോട് അവർ സഹകരിക്കുന്നു അല്ലെങ്കിൽ അതിനെ അവർ പിന്താങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ ഒരു വൈകാരിക പ്രകടനം എന്ന രീതിയിൽ അന്ന് സംഭവിച്ചു എന്നതിനപ്പുറത്തൊരു മാനം തൽക്കാലം കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികൾ പെരുമാറേണ്ടത് എങ്ങനെയാണ്, അവരുടെ ഇടപെടൽ എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് കുട്ടികൾ വ്യക്തമായിട്ട് അവരുടെ ഹാൻഡ് ബുക്കിൽ എഴുതി കൊടുത്തിരിക്കുന്ന നിയമാവലികളുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ കോളേജിനോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഹാനികരമാകുന്ന നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കോളേജിൽ വ്യക്തമായിട്ടുള്ള ധാരണയും നിലപാടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതികൾ അതിനനുസരിച്ച് അച്ചടക്ക നടപടികൾ അങ്ങനെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോളേജിലെ സമിതികൾ ആലോചിക്കുകയും അതിനകത്ത് തീരുമാനമെടുക്കുകയും അത് കുട്ടികളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അതിനുള്ളൊരു സമയമല്ലല്ലോ. അങ്ങനെ ഒരു വിചാരത്തിലോ അല്ല നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഈ നന്മ നിറഞ്ഞ കാഴ്ചപ്പാടുകൾ, അതായത് നിർമ്മല കോളേജിൽ ഇതുവരെ പാലിച്ചിരുന്ന ഈ സുതാര്യവും അതോടൊപ്പം ശക്തവുമായ നിലപാട്, അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചില വിദ്യാർത്ഥി സംഘടനകൾ അവർക്ക് പിന്തുണയുമായി എത്തിയതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ കോളേജിന്? വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ തന്നെ അറിയുന്നല്ലോ, അവിടെ തരത്തിലുള്ള ഒരു നിലപാട് സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ അവരതിനെ പ്രോത്സാഹിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒഫീഷ്യലായിട്ട് അതിന് പ്രോത്സാഹിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.
അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനോട് ഈ കോടതിയുടെ നിലപാടിനോട് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർക്ക് ആരും സജ്ജരല്ല, അവരാരും താല്പര്യപ്പെടുന്നില്ല. അതല്ല ഇന്ത്യയുടെ ഒരു താല്പര്യം, അതല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ഈ കോടതിയിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, നിർമ്മല കോടതിന്റെ കവാടം കടന്ന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ, ഈ പ്രിൻസിപ്പൽ ലോയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റു കോടതിയിൽ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭാരത മഹാരാജ്യത്തിന്റെ പ്രയാമ്പിളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം മൂല്യബോധമുള്ളവരാണ്, രാജ്യസ്നേഹമുള്ളവരാണ്, അത്തരത്തിലൊരു കാഴ്ചപ്പാട് പുലർത്തുന്നവരാണ് വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ നടപ്പിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളുണ്ടോ? ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് ചർച്ച? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാകുമ്പോഴല്ലേ ചർച്ചയ്ക്ക് ഇടയുള്ളൂ. ഇവിടെ അങ്ങനെ നമ്മുടെ പൊതുസമൂഹം ആരെങ്കിലും വേറെ ചർച്ചയെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നിർമ്മല കോടതി എടുത്തിരിക്കുന്ന തീരുമാനം അതാണ് ശരി, അതാണ് വ്യക്തം, അതാണ് സുതാര്യം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, അംഗീകരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരുന്നു, അവരെ ഞങ്ങൾ കാണുന്നു, അവരെ സ്വീകരിക്കുന്നു. അവരോട് വളരെ ബഹുമാനത്തോടുകൂടി ഞങ്ങൾ അവരെ സ്വീകരിക്കുകയാണ്. ഒരേ നിലപാടുള്ളവർ ഇവിടെ വരുന്ന് അവരുടെ ബന്ധം സ്നേഹം അറിയിച്ചു പോകുന്നു. അത്രമാത്രം ഇവിടെ നടക്കുന്നുള്ളൂ. ഒരു ചർച്ച അതിനകത്തില്ല. ഈ പർട്ടിക്കുലർ ഈ ആവശ്യം ഉന്നയിച്ച കുട്ടികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു? നിങ്ങൾ ആ വീഡിയോസ് കണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഏത് വിഭാഗമാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളെ തരംതിരിക്കാൻ സാധിക്കുക. അവർ നിർമ്മല കോടതി വിദ്യാർത്ഥികൾ എന്നതിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയോ നമുക്ക് ആരെയും അങ്ങനെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധ്യമല്ലല്ലോ. അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളല്ലേ, ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. പക്ഷേ വിദ്യാർത്ഥികളാണെങ്കിലും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ തിരുത്തപ്പെടേണ്ടതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ടെന്നാണോ അച്ഛൻ കരുതുന്നത്? പിന്നീട് സംസാരിച്ചു അവരായിട്ട്? പിന്നീട് ഇത് വെള്ളിയാഴ്ച നടന്ന സംഭവം, ശനിയാഴ്ച അവധിയായിരുന്നു, ഞായറാഴ്ച അവധിയായിരുന്നു. ഇനി ഇതിന്റെ ഇടയിൽ അവരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അത് കോളേജ് കൗൺസിൽ ഇന്ന് രാവിലെ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മാനേജൻ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എടുത്ത തീരുമാനം ഇതാണ്: ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മുഴുവൻ സമൂഹത്തിലേക്കും ഇതിന് ശ്രദ്ധ തിരിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലേ, ഈ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് രാജ്യം മുഴുവൻ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ അതിനെ കുറെ കൂടെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികൾ അവർ നിർമ്മലയുടെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴ്ച ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തിരുത്തലുകളും സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. അവരോട് സംസാരിച്ച് അവരെ മനസ്സിലാക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത്. അത് മനസ്സിലാക്കും അവരോട്. ഒരുമിച്ച് ഈ അവസരത്തിൽ നിൽക്കുക എന്നതും ഇതിനെ അഭിമുഖീകരിക്കുക എന്നതും ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും ആവശ്യമാണ്. കാരണം ഈ പരിഹാരം എന്ന് പറയുന്നത് ഈ നിലപാട് തന്നെയാണ് പരിഹാരം, വേറെ പരിഹാരമൊന്നുമില്ല. അപ്പോൾ അതിന് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് മാനേജ്മെന്റ് മാത്രമല്ല, കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ടീം മാത്രമല്ല, ഇവിടുത്തെ രക്ഷാകർതൃ സംഘടനയും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഒറ്റക്കെട്ടാണ്. കാരണം ഇത് കോളേജിൻ്റെ ഐഡന്റിറ്റിയും വ്യതിരിക്തയും ഈ മൂല്യങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. ആ നിലപാടുകളാണ് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ആളുകൾ ഈ പിന്തുണയായിട്ട് ഇവിടെത്തെത്താനില്ല. അപ്പോൾ സഭയും സമുദായവും രാഷ്ട്രീയവും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളാണ് ശരി, നിങ്ങളുടെ പക്ഷമാണ് ശരി എന്നാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ആ ശരി എന്ന പക്ഷം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.